ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് പഠന പരമ്പരയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 1 സാമുവേലിൻ്റെ പുസ്തകത്തിലെ 2ഉം 3ഉം അധ്യായങ്ങളിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിന്ന് പരിചയപ്പെടാം. 2ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യം നമുക്ക് പരിചയപ്പെടാം. ചോദ്യം 1. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര്? ഹന്ന. ചോദ്യം 2. കർത്താവിനെ പോലെ ഡാഷായി മറ്റാരുമില്ല, പരിശുദ്ധനായി. ചോദ്യം 3. അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം എന്ത്? കർത്താവ് സർവജ്ഞനായ ദൈവമാണ് എന്നതിനാൽ. ചോദ്യം 4. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര്? കർത്താവ്. ചോദ്യം 5. ദരിദ്രനെ അവിടുന്ന് ഡാഷിൽ നിന്ന് ഉയർത്തുന്നു, ധൂളിയിൽ നിന്ന്. ചോദ്യം 6. ഭൂമിയുടെ അടിത്തൂണുകൾ ഡാഷിൻ്റേതാണ്, കർത്താവിൻ്റേതാണ്. ചോദ്യം 7. അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെ? ഭൂമിയുടെ അടിത്തൂണിന്മേൽ. ചോദ്യം 8. എൽക്കാന എവിടേക്കാണ് മടങ്ങിയത്? റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക്. ചോദ്യം 9. പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത് ആര്? ബാലനായ സാമുവേൽ. ചോദ്യം 10. ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും ആര്? ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 11. ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത് ആര്? ആർക്കു വേണ്ടി? ഭൃത്യൻ പുരോഹിതനു വേണ്ടി. ചോദ്യം 12. ബാലനായ സാമുവേൽ ധരിച്ചിരുന്നത് എന്ത്? ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. ചോദ്യം 13. ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത്? അതിന് കാരണമെന്ത്? ഏലിയുടെ പുത്രന്മാരുടെ പാപം. അവർ അശ്രദ്ധയോടെ കർത്താവിനുള്ള അർച്ചയെ വീക്ഷിച്ചു. ചോദ്യം 13. കർത്താവിന് സമർപ്പിച്ച കുട്ടിക്ക് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് ആരേനെ അനുഗ്രഹിച്ചിരുന്നു? ഏലി എൽക്കാനയെയും ഭാര്യയെയും. ചോദ്യം 14. കർത്താവ് കടാക്ഷിച്ച് ഹന്ന പിന്നീട് എത്ര മക്കളെ പ്രസവിച്ചു? 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും. ചോദ്യം 15. ബാലനായ സാമുവേൽ വളർന്നു വന്നത് എവിടെ? കർത്താവിൻ്റെ സന്നിധിയിൽ. ചോദ്യം 16. ബാലനായ സാമുവേൽ വളർന്നു വന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. ചോദ്യം 17. കർത്താവ് അയച്ച ആൾ ഏലിയോട് പ്രഖ്യാപിച്ചത് എന്ത്? എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ചോദ്യം 18. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം നിന്റെയും നിന്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? കർത്താവ് അയച്ച ഒരാൾ ഏലിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. ചോദ്യം 19. ഒരേ ദിവസം തന്നെ മരിക്കുന്നത് ആര്? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും. ചോദ്യം 20. ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി യാചിക്കുന്നത് ആര്? ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം. ഇനി നമുക്ക് 3ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ചോദ്യം 1. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നിരുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? ഏലിയുടെ സാന്നിധ്യത്തിൽ. ചോദ്യം 2. കർത്താവ് സാമുവേലിനെ ആദ്യമായി വിളിച്ചത് എപ്പോൾ? സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടന്നപ്പോൾ. ചോദ്യം 3. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ ആരുടെ അടുക്കലേക്കാണ് പോയത്? ഏലിയുടെ അടുക്കലേക്ക് ഓടി. ചോദ്യം 4. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ ഏലിയുടെ അടുത്തേക്കോടി എന്താണ് പറഞ്ഞത്? അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ചോദ്യം 5. കർത്താവ് സാമുവേലിനെ എത്ര പ്രാവശ്യം വിളിച്ചു? 4 പ്രാവശ്യം. ചോദ്യം 6.
കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് എപ്പോഴാണ് മനസ്സിലായത്? കർത്താവ് സാമുവലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ. ചോദ്യം 7. ഏലി വിളിക്കുന്നതാണെന്ന് കരുതി സാമുവൽ എത്ര പ്രാവശ്യം ഏലിയുടെ അടുത്തേക്ക് പോയി? 3 പ്രാവശ്യം. ചോദ്യം 8. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അറിഞ്ഞിരുന്നില്ല. കാരണം എന്ത്? അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 9. ഇനി നിന്നെ വിളിച്ചാൽ എന്തു ചെയ്യണമെന്നാണ് ഏലി സാമുവലിനോട് പറഞ്ഞത്? കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. ചോദ്യം 10. കർത്താവ് ആദ്യമായി സാമുവലിനോട് അരുളി ചെയ്യുന്നത് ബൈബിളിൽ എവിടെയാണ് കാണുന്നത്? 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ. ചോദ്യം 11. കർത്താവ് സാമുവലിനോട് അരുളി ചെയ്തതിന് ശേഷം സാമുവൽ എത്ര സമയം വരെ അവിടെ കിടന്നു? പ്രഭാതം വരെ. ചോദ്യം 12. അവിടുന്ന് പറഞ്ഞതിലെന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വച്ചാൽ ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ എന്ന് ആരോട് പറഞ്ഞു? ഏലി സാമുവലിനോട് പറഞ്ഞു. ചോദ്യം 13. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്നറിഞ്ഞത് ആര്? ഇസ്രായേൽ ജനം. ചോദ്യം 14. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് എവിടെയുള്ള ജനങ്ങളാണ് അറിഞ്ഞത്? ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം. ചോദ്യം 15. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഷീലോയിൽ വെച്ച്. ഇതുവരെ 1 സാമുവേൽ പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.